ഈ പ്രത്യേകിച്ച് അപർണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴില് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു, അടുത്ത മലയാളത്തില് കിഷ്കിന്ദ കാണ്ഡം, അതിനു മുമ്പ് ദേശീയ അവാർഡ് നേടുന്നു. അപ്പൊ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അപർണയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ തോന്നലുകൾ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു പ്രതിബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും, അങ്ങനെയും ആവാം. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പോൾ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും. എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവും. ഇപ്പൊ കിഷ്കിന്ദ കാണ്ഡം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ്. സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കിഷ്കിന്ദ കമ്മിറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ്. അപ്പം ഞാൻ മെയിനായിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോളാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇപ്പൊ രുദ്രത്തിലാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ തിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിങ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പൊ സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില സിനിമകൾ സാറ് വേണ്ടാന്ന് വെക്കുന്നതാണോ, അതോ സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണോ, നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണോ, അതിൽ നിന്ന് മാറുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം? എനിക്കിഷ്ടം ഡബിങ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ചില ഫിലിമിൽ ഇപ്പോൾ സംവിധായകൻ്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും. അതിൻ്റെ സ്ലാങ് വേറെ, അതിൻ്റെ ഇൻറ്റോനേഷൻസ് വേറെ. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല. സോ ഇൻ ദിസ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഈവൻ സിങ്ക്. അത് ഇതാണ് സിങ് സൗണ്ട്. സോ അപ്പോൾ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ എടുക്കുന്നത് അതേ ട്രെയിലറിലുണ്ട്. സോ വി പ്രിപ്പയർഡ് എ ലോട്ട് ലൈക്ക് to sound like an outsider who is settled in Kerala who can speak Malayalam. So അങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പോൾ ആ സ്ലാങ് വളരെ സാറിപ്പോൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ. അപ്പം അത് ക്യാരക്ടറിന് വളരെ ആവശ്യമായിരുന്നു, കറക്റ്റ് ആയിരുന്നു, ക്യാരക്ടർക്ക് അത്ര ആവശ്യമായിരുന്നു. സോ അങ്ങനെ ചെയ്തു. ഇതിന്റെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മ്യൂസിക്സ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മ്യൂസിക്സ് ആണ്. ഓക്കെ. ഈ ഫോർ മ്യൂസിക് ഇപ്പൊ ട്രെയിലറിലും അവർ തന്നെയാണ് ചെയ്തത്. അവരെനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം നാളായിട്ട് അവരൊപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ കരിയർ. അവർ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണി അവരുടെ ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ സാർ, ലാൽ സാർ ഇപ്പം മലയാളത്തിലൊരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു ഹ്യൂജ് ബഡ്ജറ്റ് വേണം. എന്നിട്ട് ഇത് ഒരു പാൻ ഇന്ത്യൻ തരത്തിലേക്കും കൂടി പടം പോവുകയാണ്. പക്ഷെ ഈ പടം എന്ന് പറയുന്നത് ഇപ്പൊ സാർ ഓൾറെഡി കന്നഡ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, അവിടെ പോപ്പുലർ ആണ്, ബാക്കി എല്ലാവർക്കും നാഷണലി സാറിനെ അറിയാം, അപർണയും അറിയാം ഇതിന്റെ. ഒപ്പം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു സാർ ഇത് പ്രിവ്യൂ കണ്ടായിരുന്നു പടത്തിന്റെ? കണ്ടായിരുന്നു. സാറിന് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമേ ഒരു പാനിന്റെ രീതിയിലേക്ക് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാറ് ഇപ്പം അന്യഭാഷകളിലും സാറും അപർണയും തന്നെയാണ് ഡബ് ചെയ്യുന്നത്. കന്നഡത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, സോ അത് ചെയ്യും. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മലയാളം പിന്നെ സിംഗ് സൗണ്ട് ആണ്. ചെയ്തിട്ടില്ല. ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കാണുമ്പോഴേക്കും, ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ്, ട്രെയിലറിൽ കാണുമ്പോഴേക്കും രണ്ടുപേരും അറിയുന്ന ഫേസസ് ഉണ്ട്, പക്ഷെ അതിനിടയിൽ മിന്നി പറയുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ഇതിനു വേണ്ടി ഓഡീഷൻ നടത്തി എടുത്തതാണോ? അതെ, അത് നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, അലൻ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഒരു 1.5 മാസത്തെ അവൻ്റെ എഫേർട്ടും പിന്നെ എൻ്റെ ഡയറക്ഷൻ ടീം, ഇപ്പോൾ ക്രിസ്, ജോമോൻ, അവരെല്ലാവരും, നവീൻ, എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായകുട്ടിയായിട്ട് ഇന്റിമസി സീൻ ഒന്ന് കണ്ടാൽ മതി. പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം, അതില് അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു ചെയ്യുന്നതിൽ രണ്ടുപേർക്കും താല്പര്യമാണോ? എനിക്കിപ്പം പെറ്റെന്ന് പറയുന്ന ഇതിലിപ്പം ഒരു ബീഗിളാണുള്ളത്, എനിക്ക് ഇഷ്ടമാണ്. എനിക്കില്ല പേഴ്സണലി പെറ്റില്ല, പക്ഷെ
അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ടീം എഫേർട്ടാണ് രുദ്രം എന്ന് പറയുന്നതിന്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ട് എടുത്ത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം. അപ്പം അതിൻ്റെതായിട്ടുള്ള ബ്രേക്ക്, ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 50ഓളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ്. നമ്മൾ ഒരിക്കലും ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല. അപ്പം ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റണ്ട് മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണം. പക്ഷെ ഭയങ്കര നമുക്ക് എത്രത്തോളം ഇതിന് ആ ഒരു നമ്മൾ ആ ഫിസിക്കൽ മെന്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്, അത്രത്തോളം രസകരമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു ഈ ഷൂട്ട് ചെയ്യാനും. ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തു പോയത്. സാറിനും ഇതേ അഭിപ്രായം തന്നെയാണ്? അത്രയും ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പാടെടുത്ത് 2-3 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒരു 30 സെക്കൻഡിൽ വന്ന് തീർന്നു പോയെന്നുള്ളത്. അപ്പൊ അതിനൊരു വേർതിരിവുണ്ടോ? മറ്റേ റോളുകളാണ് അഭിനയിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ആക്ഷൻ സീനുകൾ കുറയ്ക്കണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് എനിത്തിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫിലിം വി നീഡ് ടു ഡു ആസ് അവർ ജോബ്. ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും. അതെന്താ വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ടർബോയിൽ ചെയ്തു, ടോബിൽ ചെയ്തു, പിന്നെ ഇവിടത്തെ ചെയ്തു. അപ്പോൾ അത് ഒരു പുതിയത്. ഐ തിങ്ക് ബിക്കോസ് വി ക്യാൻ ലേൺ many things in cinema. I am a filmmaker. Apo I don't tell like it is very physically straining, I don't want to do action. I cannot decide that. Adu a script la action undu, action integral part aanu. Appo njan cheyu. Pinne pets I like pets. I love pets, like whenever they are around I like I don't even want to shoot. ഇതിലും ഒരുപാട് പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ്. If there is a beagle in the set, like I would be playing with. Okay, ready, sir, ready, sir. അപ്പോൾ ഒരു നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും, അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് എന്നാ. പക്ഷെ അത്ര ഈ പടത്തിൽ അത്ര കെയർ എടുത്തിട്ട് ആ ബ്രേക്കെല്ലാം കൊടുത്തിട്ട് ഇല്ലെങ്കിൽ സഫോക്കേഷൻ ആവും. If it is an indoor, we need to take the pet out, and I will be fighting like no, we need to take the pet out. Yeah, pet care എല്ലാവരും മാറി മാറിയൊക്കെ നടത്തിക്കാനൊക്കെ കൊണ്ടുപോകും. ഓക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട്. അവര് സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്, സാർ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോടൊരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ, അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു സിനിമയിൽ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് എന്താണ് സാർ ചെയ്യേണ്ടത്? സാറിന്റെ ഒരു ഉപദേശത്തിൽ അവരെന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത്? രണ്ട് ഇത് വേണം, ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ. അത് ആക്ച്വലി ഈവൻ ഇഫ് സംബഡി ഈസ് നോട്ട് ആൻ ആക്ടർ, he can become an actor if he has these two elements, curiosity പിന്നെ observation. നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം. അവരെന്തിനാ അങ്ങനെ, why is he standing like that? Whenever a person walks, it is not his body walking, it is his mind and body walking. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആള് അവൻ്റെ വാക്കിംഗ് വേറെയാണ്, അതെങ്ങനെ ബോഡിക്ക് അറിയാം കോൺഫിഡൻറ്റ്. സോ ബിക്കോസ് ഓഫ് ദ മൈൻഡ് ദ ബോഡി മൂവ്സ്. So if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is very observant towards human beings, I think he can learn a lot from life. Like illingly, okay, I will watch a film and learn. It's a very boring approach too, because somebody has watched a person and then became this person. And that's not the only. We're not copying also. We're just observing. Like even if the person is walking, there is so much that will tell. So much that will tell. Every time I always tell in my film, it is the hardest part of acting is walking as a character. Walking as a character, walking as a character, if you can crack that, the rest will find its place. Adu etto tough ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ ഇത് ഒന്നു മൊട്ടേ കഥയിൽ അതിൻ്റെ മുമ്പ് ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു 15 ദിവസം ആ ഒരു ഫോമൽ ഡ്രസ്സ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ I was kept on walking because I need to feel right as a character, till I could find the movement of the character. Even with Garuda Gamana, I started wearing mundu and started moving because I wanted to see how my body moves in the cloth, and I wanted to see
how, because there are two simple psychologies. If a character knows he's a rowdy, Okay. he would walk in a very different way, which you can see in a movie called as Rupantara. If a character is rowdy but he doesn't know that he is a rowdy, so he would walk in a very different way that you could see in Garudagamana Vishabhavahana. ഓക്കെ രണ്ടുപേരും റൗഡിയാണ്, പക്ഷേ ഒരു ചെറിയ സൈക്കോളജി ഡിഫറൻസ് അവരുടെ കംപ്ലീറ്റ് ഇത് മാറും. സോ ഐ തിങ്ക് ദാറ്റ് വി നീഡ് ടു ബി വെരി ക്യൂരിയസ് ആൻഡ് ഒബ്സർവ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ മലയാളത്തിലും തമിഴിലും ഒക്കെ റിലീസാവുന്ന പാൻ-ഇന്ത്യൻ ചിത്രമായിട്ട് രുദ്രം ഡിസംബർ 13 റിലീസാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഹൈപ്പ് കൂട്ടണ്ട. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്തൊരു പരിപാടിയല്ല. ശരി, വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന ഡിസംബർ 13 റിലീസ് ആവുകയാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും, എല്ലാ ഭാഷയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ പാൻ-ഇന്ത്യ ഉദ്ദേശിക്കുന്നത് വലിയ സംഭവമല്ല, ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ചെറിയ ചെറിയ കണ്ടന്റ്, ചെറിയ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പറയും. പാൻ-ഇന്ത്യ ആ ഒരു ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കുട്ടിപ്പടം എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരി, എന്താണ് പ്രേക്ഷകരോട് ഡയറക്ടറിന് പറയാനുള്ളത്? ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ, എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത്, ഒരു പരിധി വരെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ പടത്തിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പം അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും. പിന്നെന്താ, ഭയങ്കര ജെനുവനായിട്ട് ഈ കഥനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ബാക്കി കണ്ടിട്ട് പറയാം. അതുപോലെ തന്നെ 2 നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അത് രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ 2 പേരുടെയും പ്രേക്ഷകർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി മൊമെന്റ്സ് ഈ സിനിമ തരുന്നുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അത് നിങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത രാജ്ബി ഷെട്ടിനെയും അപർണയെയും കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എസ് എ മേക്കർ. ഓക്കെ സാർ, ഇത് ശ്രീ ഗോകുലം ഗോപാലൻ പ്രസൻസ് എന്നുള്ള അദ്ദേഹം തന്നെയാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ എത്രമാത്രം സന്തോഷമുണ്ട്? അത് കുറച്ചും കൂടി പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട്? 100% സന്തോഷമുണ്ട്. ഓക്കെ, 100%. ആൻഡ് രാജ് സർ, അപർണ, എന്താണ് ഫൈനലി പ്രേക്ഷകരോട് രുദ്രത്തെ കുറിച്ച് പറയാനുള്ളത്? ഒരു സിമ്പിൾ സർവൈവൽ ത്രില്ല്. എല്ലാ ടെക്നീഷ്യൻസും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സും ഞങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഗിവ് us a chance and watch the film in theatre, and then you are free to critique or comment or compliment. That's absolutely your freedom. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ജെനുവിൻ എഫേർട്ട് ഉണ്ട്. ആ ജെനുവിൻ എഫേർട്ടിനെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക എല്ലാവരും സിനിമ. നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും. സോ രുദ്രത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് തന്നെ തിയേറ്ററിൽ ചെന്നത് കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇവർ അറിയിക്കുന്നതായിരിക്കും. ഇതൊരു വൻ സക്സസ് ആയി മാറട്ടെ രുദ്രം. ഇനിയും ഒരുപാട് പ്രോജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ. നന്ദി. താങ്ക് യു.